ഹലോ, ഇന്ന് സൺഡേ സ്പെഷ്യൽ നാടൻ കോഴിക്കറിയാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. ഹസ്ബൻഡിന് ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ കേട്ടോ. അന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആളുടെ ഒരു ചെറിയ ഹോബിയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളപ്പുറത്തു നിന്ന് ഒരു കോഴിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുത്തു. എൻ്റെ ജോലി പരിപ്പ് കറി വെക്കുക, ചക്ക എരിശ്ശേരി വെക്കുക, അവിയൽ വെക്കുക, ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതേ ഞാൻ അതിനുള്ള എല്ലാം സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കോഴിയെ കട്ട് ചെയ്തെടുത്തു, ഇറച്ചി കട്ട് ചെയ്തെടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിനകത്തേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വിസിലടിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇതേ പരിപ്പറി ഇവിടെ സെറ്റായി. കുറച്ച് അമ്പഴങ്ങ ഇട്ടി അതും അച്ചാറിട്ട് വെച്ചു കേട്ടോ. അമ്പഴങ്ങ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ കുക്കർ നമ്മൾ തുറന്നിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങും കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ടു കേട്ടോ. വീണ്ടും ഒരു 2-3 വിസിലും കൂടെ അടുപ്പിച്ചു കേട്ടോ. ഈ കറിയുടെ മെയിൻ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കേട്ടോ. ഇനി നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് ആ പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇറച്ചിയുടെ കൂട്ടിൽ അത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നാടൻ കോഴിയായതുകൊണ്ട് ഒരു 6 വിസിൽ വേണ്ടി വന്നു കേട്ടോ വേവാനായിട്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ കറിയുടെ രുചി കൂട്ടുന്ന മെയിൻ ഐറ്റമാണ് കേട്ടോ തേങ്ങാക്കൊത്ത് വറുത്തിടുക എന്നുള്ളത് നാടൻ വെളിച്ചെണ്ണയിൽ കേട്ടോ. അപ്പോൾ അത് തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരിയും കൂടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി കറിയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.